ഇലവനിൽ ഒരു സർക്യൂട്ട് കൊടുത്തിരിക്കുക, അതൊരു ഗേറ്റിൻ്റെ റിയലൈസേഷനാണ്. ഏത് ടൈപ്പ് ഗേറ്റ് താൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 വോൾട്ട് ബാറ്ററി, ഇവിടെ അതിൻ്റെ ഗ്രൗണ്ട്. ആക്ച്വലി നോർമലി ഇവിടെ നിന്നുള്ള വോൾട്ടേജ് കറണ്ട് ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ട്. നോർമലി ഈ രണ്ട് എയും ബിയും ഇത് രണ്ട് സ്വിച്ചുകളാണ്. ഈ സ്വിച്ചുകളുടെ പൊസിഷനാണ് 0യും 1ഉം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ 0, സ്വിച്ച് ഓൺ ആണെങ്കിൽ 1. അപ്പോൾ ഈ രണ്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ, അതായത് എ ആൻഡ് ബി ആർ 0 ആകുമ്പോൾ ഈ കറണ്ട് ഇപ്പടി தான் ഫ്ലോ பண்ணும். இந்த എൽഇഡിയിലൂടെ தான் ഫ്ലോ பண்ணும். എൽഇഡി ഗ്ലോ ആകും. എൽഇഡി தான் നമ്മുടെ ഔട്ട്പുട്ട് ഇത് ലൈറ്റ് എരിയുമ്പോൾ ഗ്ലോ ആകുമ്പോൾ ഇത് 1. അപ്പോൾ ഇത് എയും ബിയും 0 രണ്ടും ഓപ്പൺ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 1 தான் വരും. അതേമാതിരി ഇനി സപ്പോസ് എ ഈസ് ക്ലോസ്ഡ്, മീൻസ് എ ഈസ് ഈക്വൽ ടു 1. എ 1 ആകുമ്പോൾ ഇപ്പടി കറണ്ട് இப்படி வந்து ഇവിടെ വന്ന് ഇതിന് കംപ്ലീറ്റ് ആകാൻ முடியாது. ദർഫോർ இந்த വഴിയിലൂടെ കറണ്ട് വരാതെ, ദർഫോർ ആ ടൈമിൽ എൽഇഡിയിലൂടെ இந்த மாதிரி தான் കറണ്ട് പോകും. അപ്പോഴും ഇത് എൽഇഡി എരിയും. ഇനി ബി എ ഓപ്പൺ ബി ക്ലോസ്ഡ് ആയാലും ഇപ്പടി இந்த വഴിയിലൂടെ കറണ്ട് വരാതെ എൽഇഡി എരിയും. ഇനി രണ്ടും ക്ലോസ് ആകുമ്പോൾ മറ്റും ഈ ബ്രാഞ്ചിൽ റെസിസ്റ്റൻസ് അധികമാണ്. അപ്പോൾ ഈ ബ്രാഞ്ച് വഴി കറണ്ട് പോകാതെ ഈ ഷോർട്ട് സർക്യൂട്ട് വഴി രണ്ടും ക്ലോസ് ആകുമ്പോൾ കറണ്ട് ഇപ്പടിയേ ഏറി ഇപ്പടി വന്ന് ഗ്രൗണ്ടിലേക്ക് വരും. അപ്പോൾ എൽഇഡി എരിയാതെ. അപ്പോൾ 1ഉം വരുമ്പോൾ ഇത് എൽഇഡി എരിയാതെ ഔട്ട്പുട്ട് 0. ദെർഫോർ ഇഫ് യു ഡ്രോ ദ ട്രൂത്ത് ടേബിൾ, ആ സ്വിച്ചുകളാണ് എയും ബിയും, എൽഇഡി ആണ് ഔട്ട്പുട്ട്. 0 വരുമ്പോൾ എൽഇഡി 1, 0 വരുമ്പോൾ 1, 10 വരുമ്പോൾ 1, 11 വരുമ്പോൾ 0. അപ്പോൾ ഇതൊരു നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. അപ്പോൾ ദെർഫോർ ഇറ്റ് ഈസ് എ നാൻഡ് ഗേറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ബോട്ടത്തിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് பண்ணுவாണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആ ഇൻക്ലിനേഷൻ 60 ഡിഗ്രിയാണ്. ഫസ്റ്റ് കേസിൽ ആ ഇൻക്ലിനേഷൻ 60 ഡിഗ്രി. അപ്പോൾ ആ കേസിൽ അത് x1 ദൂരം എലോങ് ദ പ്ലെയിൻ പോകും. അപ്പോൾ അത് ആരംഭത്തിൽ സ്റ്റാർട്ട് പണ്ണുന്ന ഒരു u വെലോസിറ്റിയിൽ സ്റ്റാർട്ട് പണിയാൽ മേലേക്ക് പോയി കൊഞ്ചം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആകും. ഇനി രണ്ടാമത്തെ കേസിൽ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആകുമ്പോൾ അത് ട്രാവൽ പണിയ ദൂരം x2 ആണ്. വാട്ട് ഈസ് ദയർ റേഷ്യോ, അതാണ് ക്വസ്റ്റ്യൻ. Now if you consider the situation, ഇതാണ് ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതിൻ്റെ ഇൻക്ലിനേഷൻ തീറ്റ, ബോഡി ഇവിടുന്ന് m മാസമുള്ള ബോഡി u വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് പണ്ണത്. അപ്പോൾ ഈ എലോങ് ദ പ്ലെയിൻ, ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ബോഡി മൂവ് பண்ணுന്നത്. ആ ഡയറക്ഷൻ ഐ ആം ടേക്കിംഗ് എസ് എക്സ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ഐ ആം ടേക്കിംഗ് എസ് വൈ, ആ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഐ ആം ടേക്കിംഗ് എസ് വൈ. അപ്പോൾ ഇവിടുന്ന് ഇപ്പടി പോകുമ്പോൾ എപ്പോഴും ജി സൈൻ തീറ്റ, ഈ ഡയറക്ഷനിൽ എപ്പോഴും ആക്ട് പണ്ണുന്ന ആക്സിലറേഷൻ ഏതായിരിക്കും, ജി സൈൻ തീറ്റ. ബിക്കോസ് നമ്മൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിന്, ആ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിന് പഠിക്കും. അപ്പോൾ ദെർഫോർ മേലേക്കുള്ള ഡയറക്ഷൻ എക്സ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കീഴേക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഐ ആം ടേക്കിംഗ് എസ് മൈനസ് എക്സ്. ദെർഫോർ എ ഈസ് ഈക്വൽ ടു മൈനസ് ജി സൈൻ തീറ്റ. ആ ബോഡി എക്സ്പീരിയൻസ് പണ്ടുന്ന ആക്സലറേഷൻ മൈനസ് ജി സൈൻ തീറ്റ. അപ്പോൾ ഇവിടുന്ന് യു വെലോസിറ്റിയിൽ ആരംഭിച്ചിട്ട് ഇത് ഇങ്ങ വന്ന് സ്റ്റോപ്പ് ആകും. ബിക്കോസ് ഈ ജി സൈൻ തീറ്റ അതിനെ റിട്ടാർഡ് പണിയിട്ടിരിക്കും. ഇങ്ങ വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. ദെർഫോർ ഐ ക്യാൻ അപ്ലൈ 2as equal to v square minus u square. Therefore minus 2 into retardation, that is why this minus sign, g sin theta into displacement over this plane, അതാണ് x, that is equal to final velocity 0 minus u square. Therefore x, a displacement over the plane equal to u square 2g sin theta. We know that u, g are constant and displacement is inversely proportional to sin of theta. Therefore first, that is what, that is the relation I am deriving. X is inversely proportional to 1 by sin theta. Therefore x1 by x2 equal to sin theta 2 by sin theta 1. First case inclination 60, second case inclination 30. Value കൊടുക്കുമ്പോൾ we are getting the ratio is 1 by root 3. Now question number 13, 1-3. Find the work done to raise a mass from the surface of earth to height h, where h is equal to the radius of earth. Therefore work done is always we can write as change in potential energy. Therefore consider the diagram. This is earth, mass of earth is capital M, earthinte surface il small m body വെച്ചിരിക്കും. അതിന് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഇരിക്കും. അതിനൊരു h ഹൈറ്റിലേക്ക് റേസ് പണി, h ഈക്വൽ ടു r, റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഈ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി P2. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സർഫസിലിരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ആണ് ഇനിഷ്യൽ PE1. ഈ ഹൈറ്റിൽ വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എവിടെ വരും, r പ്ലസ് r, that is 2r. We can write, we know the equation for potential. അപ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എടുക്കുമ്പോൾ we are getting gmm by 2r എന്ന് വരും. അത് നമ്മൾ സ്മോൾ ജിയിലേക്ക് കൺവേർട്ട് പണിതക്ക് ഇവിടെ മേലെയും കീഴേയും ഒരു 6 വെച്ച് മൾട്ടിപ്ലൈ പണ്ണും. therefore gm by r square we can write as small g. therefore mgr divided by 2, that is the work done. It is nothing other than change in potential energy is work done. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. Total energy of an electron in an atom is 3.4 electron volt. Find its potential energy and kinetic energy. Remember, ഇത് ഗ്രാവിറ്റേഷണൽ ആയാലും ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി, അതേമാതിരിയാണ് ഇലക്ട്രോൺ റിവോൾവിങ് ഇൻ ആൻ ആറ്റം, അതൊരു സാറ്റലൈറ്റ് മാതിരിതാണ്. അതിൻ്റെ ടോട്ടൽ എനർജി
പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് ആയിരിക്കും. ആൻഡ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ടോട്ടൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി വിൽ ബി സെയിം. റിമെമ്പർ ദിസ് റിലേഷൻ. അത് സാറ്റലൈറ്റിൻ്റെ കേസിലായാലും ആറ്റത്തിൻ്റെ കേസിലായാലും പൊട്ടൻഷ്യൽ എനർജി ഈസ് 2 times ടോട്ടൽ എനർജി. ബോത്ത് വിൽ ബി നെഗറ്റീവ്. പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി വിൽ ബി നെഗറ്റീവ്. ദാറ്റ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് അട്രാക്ഷൻ. ആൻഡ് കൈനറ്റിക് എനർജി ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ്, that means positive value of total energy. Remember this relation.